Watch full episodes on Jio Hotstar. ഇല്ല യൂടി, നമ്മൾ കറക്റ്റായ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ വീടിന്റെ സ്ഥാനത്ത് ആരുടെ വീടാണാവോ? വരൂ, നമുക്ക് പോയി നോക്കാം. ഇത് പറക്കണേ. പക്ഷേ ഈ വീട് എങ്ങനെയാ പറക്കുന്നത്? തല ചുറ്റുന്നുണ്ടോ ശിവ? ഭൂമിയില്ല, വീടില്ല, ഇത് സ്പേസ്ഷിപ്പാണ്. ഞങ്ങൾ കുടുങ്ങിയിരിക്കുന്നു ഇലിമിനേറ്ററുടെ ഈ ഇല്യൂഷനിൽ. ഇലിമിനേറ്റർ? നീ ഒരിക്കലും നന്നാവില്ല. ഇത് എന്റെ മായാജാലമാണ്. എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷേ ഇതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. എലിമിനേറ്ററിന്റെ സ്പേസ്ഷിപ്പിലേക്ക് സ്വാഗതം. അത് സ്പേസിൽ വൺ വേ ട്രിപ്പ്. അത് ഒരുപാട് ദൂരം വരാതെ പറ്റില്ല. ശരി, അതൊക്കെ വിട്ടേക്ക് അങ്കിൾ. ഞങ്ങൾ എന്തിനാണ് ഈ സ്പേസ് ടൂറിലേക്ക് പറഞ്ഞേക്കണം? അത് പറ. ഞങ്ങളെ വളരെ ദൂരത്തേക്ക് പറഞ്ഞിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ് എലിമിനേറ്റർ? അതായത് ഒരു വില്ലൻ ഹീറോയെ തോൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. നീ ഈ എക്സ്ട്രീം സിറ്റിയുടെ വലിയ ഹീറോയല്ലേ? ഇനി ഞാനാണ് അവിടെ രാജ്യം ഭരിക്കാൻ പോകുന്നത്. എക്സ്ട്രീം സിറ്റിയിൽ ഇനി ഞാൻ ആ കിങ് ഗോഗോയിനെ സീറോ ആക്കി മാറ്റും. സീറോ സീറോ. നീ വളരെ മോശമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല. കുട്ടി, നീ ആദ്യം നിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്റെ ഈ പേര് നിലനിൽക്കണമെങ്കിൽ ആദ്യം നീ ജീവനോടെ തിരിച്ചു വന്നെങ്കിലല്ലേ? ശിവ, നമ്മൾ ഇനി എക്സ്ട്രീം സിറ്റിയിൽ എങ്ങനെയാണ് പോകാൻ പോണേ? അതി, ഇതൊരു സ്പേസ് ഷിപ്പാണ്, അതായത് ഒരു മെഷീൻ. മെഷീൻ നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാവുന്നതല്ലേ? എന്താ ശരിയല്ലേ? അതെന്നെ. ഇതില് കൺട്രോൾ ചെയ്യാൻ പറ്റും തോന്നുന്നതോ ഇവിടെ. ഇതിപ്പോ ഒന്നും ചെയ്യാൻ പറ്റണ്ടല്ലോ ശിവ. അല്ല, എന്താ ഇതിങ്ങനെ? അതെവിടെ ഉണ്ടല്ലോ, ഇതൊന്ന് വലിച്ചു നോക്കാം. യൂടി, വേണ്ട. എല്ലാരും ശ്രദ്ധിച്ച് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നോളൂ. നമ്മള് ക്രാഷ് ആവാൻ പോവാണെന്ന് തോന്നുന്നത്. എന്ത് രസമല്ലേ കാണാൻ? ഇത് ഏത് പ്ലാനറ്റ് ആണ്? കാണാൻ ഭയങ്കര ഭംഗി തന്നെ. പക്ഷെ ഒരു കാര്യം ഓർമ്മ വേണം കൂട്ടുകാരെ, തിളങ്ങുന്നതൊന്നും പൊന്നല്ല എന്നുള്ള കാര്യം. സ്വർണം നമുക്ക് വേണ്ട ശിവ. എന്തായാലും സ്പേസ് ഷിപ്പ് പൊളിഞ്ഞു പോയി. പ്ലാനറ്റിലുള്ള ഈ സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്താൽ നമ്മുടെ സ്പേസ് ഷിപ്പ് ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇരുമ്പ് വടിയാണല്ലോ. ഇരുമ്പ്
ഐഡിയ. നീ എന്താണ് പറയുന്നത് യൂടി? രണ്ടും എങ്ങനെയാ? ഒന്നെങ്കിൽ മരം ആയിരിക്കണം, അല്ലെങ്കിൽ വടിയായിരിക്കണം. അതെ, അത് കണ്ടോ? വിഷമിക്കണ്ട യൂടി, എന്റെ കൈ പിടിച്ചോ. അതെ, നീ വേഗം തന്നെ അവന്റെ കൈ പിടിക്ക്. ഞാനിവിടെ രേവയെ വലിച്ചോളാം. ഇത് അപകടം പിടിച്ച ലിക്വിഡ് ആണല്ലോ. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ആലോചിച്ചേ പറ്റൂ. ഇത് ശരിക്കും ഇരുമ്പിന്റെ മരമാണെങ്കിൽ ആ കയറും ഇരുമ്പ് തന്നെ ആയിരിക്കണം. ഞാൻ എന്റെ ബൂസ്റ്റർ ഷൂസ് ഓൺ ചെയ്യട്ടെ. ഞാൻ വിചാരിച്ച പോലെ തന്നെയുണ്ട്, ഈ കയറും ഇരുമ്പ് തന്നെയാണ്. റെഡിയല്ലേ കൂട്ടുകാരെ? യെസ്, റെഡിയാണ്. ശിവ നമ്മളോട് റെഡി പറഞ്ഞിട്ട് ഓടിപ്പോയല്ലോ. ഞാൻ നിങ്ങളെ എല്ലാവരും ഈ ചതിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തി, അതുപോലെ പ്ലാനറ്റ്സിൽ നിന്ന് രക്ഷപ്പെടുത്തും കേട്ടല്ലോ. എങ്ങനെയാ? നീ ഒന്ന് കണ്ടോളൂ ആദി, ഇനി അങ്ങോട്ട് എന്താ ചെയ്യാൻ പോണേന്ന്. ഇത് GPS ട്രാക്കർ ആണല്ലോ. നമ്മളെ വാച്ച് ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കും നമ്മളെ എവിടെയാണ് ഉള്ളതെന്ന്. ഇത് നമുക്ക് ഇല്ലാതാക്കണമല്ലോ. പക്ഷെ റോക്കറ്റിലുള്ള ഫ്യൂസ് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം കാണാതിരിക്കില്ല. അപ്പൊ നീ ഇതെടുത്ത് പട്ടം പറപ്പിക്കാൻ പോവാണോ ശിവ? ഇനി ഈ ട്രാക്കർ ആയിരിക്കും എലിമിനേറ്ററിന്റെ ഏറ്റവും വലിയ തോൽവി, മനസ്സിലായോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കൂട്ടുകാരെ, എലിമിനേറ്റർ സ്ക്രീനിൽ വന്നപ്പോ അവന് നമ്മളെ കാണാനും പറ്റുന്നുണ്ടായിരുന്നു, കേൾക്കാനും പറ്റുന്നുണ്ടായിരുന്നു. അപ്പോ തീർച്ചയായിട്ടും ഇവിടെ എവിടെയോ ക്യാമറ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ക്യാമറയോ? എന്റെ അമ്മോ, ദേവാ, എല്ലാം സെറ്റ് അല്ലേ? അതെ ശിവ, നീ പറഞ്ഞതുപോലെ തന്നെ റെഡ് ബട്ടൺ അമർത്തിയാൽ ഉടനെ എഞ്ചിൻ ട്രാക്കർ സ്പേസിൽ അപ്പൊ തന്നെ ലോഞ്ച് ആവും. പിന്നെ എന്തിനാ താമസം കൂട്ടുകാരെ, നമുക്ക് വേഗം തുടങ്ങാം. ഇതാ നമ്മുടെ സ്പേസ് ഷിപ്പ് ലോഞ്ച് പോകാൻ പോകുന്നു. വേഗം വാ ശിവ, ഇനി അവന് തോന്നും നമ്മള് എക്സൻ സിറ്റിയിലേക്ക് തിരിച്ചു പോയെന്ന് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? ആ റോക്കറ്റ് തകർന്നതാണല്ലോ, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോയത്? ഞാൻ സ്വയം ചെന്ന് നോക്കിയാലേ പറ്റൂ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശിവ തിരിച്ചു വരുമെന്ന്. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ അത് സാധിക്കില്ല. ഞാൻ ഒരിക്കലും അവനെ ജീവിക്കാൻ സമ്മതിക്കില്ല, ഒരിക്കലുമില്ല. ഈ സ്പേസ് ഷിപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ശിവ ഇവിടുന്ന് എങ്ങനെയാണ് പോയത്? ഹലോ, നിങ്ങോട്ട് നോക്കൂ അങ്കിൾ. ശിവ, കുട്ടി, എന്ത് തന്നെ സംഭവിച്ചാലും ശരി, നിനക്ക് ഒരിക്കലും എലിമിനേറ്ററെ തോൽപ്പിക്കാനാവില്ല. കുട്ടിയെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്കിൾ. ഒരുപാടായി, ഇനി നീ ഇവിടുന്ന് പോവില്ല. ഞാൻ എന്തായാലും പോകാൻ പോകുവാണ് അങ്കിൾ. പക്ഷെ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാനേ സാധിക്കില്ല. ഇനി എത്രത്തോളം ഇവിടെ നിന്ന് സമയം കളയാൻ ആഗ്രഹിക്കുന്നു കളഞ്ഞോളൂ കേട്ടോ. ഞങ്ങൾ എന്തായാലും എക്സ്ചേഞ്ച് സിറ്റിയിലേക്ക് തിരിച്ചു പോകാൻ പോകും. നിങ്ങൾ ഇവിടെ എൻജോയ് ചെയ്തോളൂ കേട്ടോ. ഇല്ല.
Watch India's largest kids library only on Jio Hotstar. Download the app now.